ഇന്നൊരു പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് ഞങ്ങൾ മലയ്ക്ക് പോവുകയാണ്, അത് പുൽമേട് വഴി. അതിൻ്റെ യാത്രാവിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. ഇന്ന് ഡിസംബർ 17-ാം തീയതിയാണ് 2025 ഡിസംബർ 17-ാം തീയതി ബുധനാഴ്ച. ഇപ്പോൾ സമയം 4:10 അപ്പോൾ കെട്ട് നിറയ്ക്കാൻ നോക്കുകയാണ്. കെട്ട് നിറ കഴിഞ്ഞിട്ട് ഒരു 5-5:15 കൂടിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പുറപ്പെടണം എന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ 8 പേരുണ്ട്. അപ്പോൾ ഈ യാത്രയിലുള്ള വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മളെ കെട്ടുനിറ. അപ്പോൾ എല്ലാവരും എത്തി തുടങ്ങുന്നേ ഉള്ളൂ. നമ്മളെ കെട്ടുനിറക്കി ഇന്ന് ആദ്യമുണ്ട്, മക്കളുണ്ട്, പിന്നെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഇത് പുത്തൂര് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് കെട്ട് നിറച്ച് പുറപ്പെടുന്നത്. നമ്മൾ മലക്ക് പോകാനുള്ളതിന് തയ്യാറെടുപ്പിലാണ്. എല്ലാം അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഭഗവതിയെ ഈശ്വരനെ ഈശ്വരിയെ ഭഗവാനെ ഭഗവാൻ പാദം ഭഗവതി പാദം ഈശ്വരനെ ഈശ്വരനെ ഗണപതിയെ സരസ്വതിയെ ഗണപതിയെ ഭഗവാനെ ഭഗവതിയെ സ്വാമി അയ്യപ്പോ സ്വാമി കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ഈശ്വരൻ ശരണം അയ്യപ്പോ സ്വാമി ദേഹബലം താ പാദബലം താ സ്വാമിക്ക് സ്റ്റാർട്ട് ചെയ്തു. സമയം 6:20. അയ്യപ്പ അങ്ങനെ ബൈപ്പാസിലെത്തിട്ടോ. 7 മണിയായി. നേരെ ഗുരുവായൂർ. അങ്ങനെ കുളപ്പുറം എത്തിയിട്ടുണ്ട്. കുളപ്പുറം ഇപ്പൊ സമയം 7:25 ആയിട്ടാണ്. ഗുരുവായൂരാണ് ലക്ഷ്യം. ഗുരുവായൂർക്ക് ഇനി എത്ര ദൂരം ഉണ്ട്? ഗുരുവായൂർക്ക് സമയം 67 കിലോമീറ്റർ ഗുരുവായൂർക്ക്. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞു. 8:05 ഇപ്പൊ കുറ്റിപ്പുറം കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഗുരുവായൂർ അമ്പലനടയിൽ എത്തിയിട്ടുണ്ട്. സമയം 9 മണിയായപ്പോഴേക്കും ഞങ്ങൾ കൃത്യമായിട്ട് നമ്മളിവിടെ എത്തിപ്പെട്ടു. 9 മണിക്ക് ഒരു 5 മിനിറ്റുള്ള സമയത്ത് ഗുരുവായൂർ അമ്പലനടയിൽ എത്തിപ്പെട്ടു. എല്ലാവരും ഉണ്ട്. ഞാനുണ്ടോ? അങ്ങനെ ഗുരുവായൂർ പിടിച്ചു. അടുത്ത തൃപ്രയാറിലേക്ക്. ഗുരുവായൂർ നട അടച്ചിട്ടുണ്ട് കേട്ടോ. 9 മണിക്ക് അടയ്ക്കും. ഇനി ഇവിടെ പക്ഷെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. കൃഷ്ണനാട്ടമൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. ഇത് കൃഷ്ണനാട്ടമാണെന്ന് തോന്നുന്നു. മേപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. ഇപ്പൊ നടക്കാൻ പോകുന്ന കൃഷ്ണനാട്ടത്തിന്റെ വേഷം സ്റ്റേജിലേക്ക് വരുന്ന കേട്ടോ. ഇതൊരു ഗണപതി ക്ഷേത്രമാണെന്ന് തോന്നുന്നു. ഇവിടെ ശബരിമല അയ്യപ്പ വിശ്രമ കേന്ദ്രം എന്ന് എഴുതിയിട്ടുണ്ട്. കിടക്കാനുള്ള സൗകര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ആരും കാണാനുമില്ല. പട്ടാണിക്കറിയും ചപ്പാത്തിയും ലൈറ്റില്ല. വീട്ടത്തിരുന്ന് പട്ടാണിക്കറിയും ചപ്പാത്തിയും കഴിക്കാം. മേശപ്പുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ യാത്രയിലെ സാരഥി ഇതാണ് കേട്ടോ, സുലേഷിൻ്റെ ടവേര. ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇവിടെ കിടക്കാനുള്ള സൗകര്യങ്ങൾ കുറവാണ്.
അതുകൊണ്ട് തന്നെ തൃപ്രയാറിലേക്ക് പോകാമെന്നാണ് കരുതുന്നത്. തൃപ്രയാർ എത്തി. അവിടുന്ന് പായ കിട്ടി കിടക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു അയ്യപ്പ സേവാ കേന്ദ്രത്തിൽ പായ വിരിച്ച് കിടക്കുകയാണ്. ഈ 4:30 അവിടെ തൃപ്രയാർ അമ്പലം തുറക്കുക. തൃപ്രയാർ വന്നതാണ്. റൂമിൽ കിടന്നിട്ട് ഹാളിൽ കിടന്നിട്ട് ഉറക്കാൻ വരുന്നില്ല. ഫുള്ള് കൊതുകടി. രാത്രി ഇപ്പോൾ 1:30 ഈ സമയം. കൊതുകടി സഹിക്കാനാണ് വേണ്ടത്. അവിടെ വന്നിരിക്കുക. അങ്ങനെ ഒരു ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു കേട്ടോ തൃപ്രയാറിൽ. ഇപ്പോൾ സമയം 4 മണി ആവാറായി. 4:30 തൃപ്രയാർ നട തുറക്കും. അപ്പോൾ തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ ബാത്റൂം സൗകര്യം ഉണ്ടായിരുന്നു. ബാത്റൂമിൽ കയറി കുളിച്ചു, ഡ്രസ്സൊക്കെ മാറി ഇനി വരിക്ക് നിൽക്കാൻ പോവുകയാണ്. തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസാണ്. തൃപ്രയാർ തൊഴുതിറങ്ങി. ഇപ്പോൾ സമയം 4:45. ഇതെല്ലാവരും കൂടി ഒരു സെൽഫി. ഇനി ഇവിടുന്ന് അടുത്ത കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. കൊടുങ്ങല്ലൂരെത്തി. കൊടുങ്ങല്ലൂരെത്തി. സമയം ഇപ്പോൾ 6 മണിയായിട്ടുണ്ടല്ലോ. സമയം നേരം വെളുത്ത് വരികയാണ്. ഞങ്ങളിവിടെ പിന്നെ ആര്യാസിൽ കയറിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ പൂരി വട കഴിച്ചു. പിന്നെ മസാല ദോശ കഴിച്ചു. ബാക്കിയുള്ളവരൊക്കെ ഇനി അടുത്ത യാത്ര ചോറ്റാനിക്കരയ്ക്ക്. സുരേസ്വാമി ഉണ്ട്, വിൽസൺ സ്വാമി ഉണ്ട്, പേര് പഠിച്ചില്ലാത്ത സ്വാമി ഉണ്ട്. അങ്ങനെ ആര്യാസിന് ഫുഡൊക്കെ കഴിച്ചു. 8:15 ഞങ്ങൾ ചോറ്റാനിക്കര എത്തിയിട്ടുണ്ട്. ഒരു 3 പൂരിയും 2 വാടയും കഴിച്ചിട്ടാ. എന്നിട്ടാണ് AC ഇല്ല അറിയില്ലേ. അപ്പൊ ഞങ്ങളവിടെ കയറി തൊഴുത് വരും. അതുണ്ടാവും. ഇനി അവിടം വരെ ഉണ്ടാവും. ഈ ഗ്യാങ് ഞങ്ങളെ കൂടെ തന്നെ ഉണ്ട്. ഈ തോർത്തിന്റെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ഇവിടുന്ന് വരുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തൊഴാനുള്ള ക്യൂല. ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്. ഫ്ലൈ ഓവറിന്റെ മേലെ എന്നുള്ള ദൃശ്യം. അങ്ങനെ മേൽക്കാവിൽ തൊഴുത് ഇനി കീഴ്ക്കാവിലേക്ക്. ചോറ്റാനിക്കര തൊഴുതിറങ്ങി. ഇനി അടുത്തത് വൈക്കത്തേക്ക് പോകാനുള്ള തീരുമാനത്തിലാണ്. അങ്ങനെ 10 മണിയോടുകൂടി നമ്മൾ വൈക്കം ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴേക്കും സമയം 10 മണിയായിട്ടുണ്ട്. വൈക്കം മഹാദേവ ക്ഷേത്രം. വൈക്കം ക്ഷേത്രത്തിലേക്ക് കയറി കേട്ടോ. ഈ വൈക്കം മഹാദേവ ക്ഷേത്രം വലിയൊരു ക്ഷേത്രമാണ്, ശിവക്ഷേത്രം. ഇവിടെ ഉത്സവങ്ങൾ നടക്കാറുണ്ട്. ഉത്സവം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് വലിയ തിരക്കൊന്നും കാണാനില്ല. വൈക്കത്തുള്ള ഉത്സവം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വൈക്കത്തപ്പൻ ഹിന്ദു സംസ്കൃത വേദാന്ത വിദ്യാലയം ഒരു പഴയ കെട്ടിടമാണ്. മുഴുവനായിട്ട് ഓട് മേഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ വൈക്കം ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങി ഞങ്ങൾ ക്ഷേത്രം ഒന്ന് വലം വയ്ക്കുകയാണ്. വലം വെച്ചിട്ട് ക്ഷേത്രത്തോട് ചേർന്നിട്ട് ക്ഷേത്രത്തിൻ്റെ 4 മൂലയിലും ഓരോ നന്ദി വിഗ്രഹങ്ങളുണ്ട് കേട്ടോ. നന്ദിയോട് നമ്മൾ ചെവിയിൽ പറയുന്ന സ്വകാര്യങ്ങൾ നടത്തിത്തരുമെന്നാണ് വിശ്വാസം. പലരും അവരുടെ ആഗ്രഹങ്ങൾ നന്ദിയോട് പറയുന്നുണ്ട്. വൈക്കത്തുനിന്ന്
കടുത്തുരുത്തി അങ്ങനെ കടുത്തുരുത്തി അമ്പലത്തിൽ കയറി തൊഴുതു. ഇനി ഇവിടുന്ന് ഏറ്റുമാനൂരേക്ക് പോകാനുള്ള പരിപാടിയാണ്. സ്വാമി എന്താ ഏറ്റുമാനൂർ കിട്ടിയ? മള്ളിയൂരാ? ഏറ്റുമാനൂരല്ല ആണോ? അടുത്തത് മള്ളിയൂർ. മള്ളിയൂർ തന്നെ ആയിരിക്കും അടുത്ത്. മള്ളിയൂർ കഴിഞ്ഞിട്ട് ഏറ്റുമാനൂർ. അപ്പോൾ അടുത്തത് മള്ളിയൂർ ക്ഷേത്രത്തിലേക്ക്, മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ മള്ളിയൂർ ക്ഷേത്രത്തിലെത്തി. ഇവിടെ കയറി തൊഴുതിട്ട് ഇനി ഏറ്റുമാനൂർ കൂടി എത്തണമെന്നുണ്ട്. ഇപ്പോൾ സമയം 11 മണി ആയിട്ടുണ്ട്. അപ്പം വേഗം കയറി തൊഴുതിട്ട് പോകാനുള്ള പരിപാടിയില്ല. വിവേകാനന്ദ ട്രാവൽസിൻ്റെ മെസ്സ് പ്രവർത്തിക്കുന്നത് ഈ മള്ളിയൂർ ക്ഷേത്രത്തിലാണ് കേട്ടോ. വലിയൊരു മെസ്സാണ്. അവിടെയൊക്കെ തൊഴുതിനി ഇറങ്ങാം. മള്ളിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി തൊഴുതിറങ്ങിയിട്ട് ഇനി ഏറ്റുമാനൂരേക്ക് പോവാണ്. നല്ല വെയിലാണ് കേട്ടോ. സ്വാമിമാർ കുറച്ച് കുറവാണ്. ഈ ക്ഷേത്രത്തിന് ഒരുപാട് ഏരിയ ഉണ്ട്. പുറകിലേക്കൊക്കെ ആയിട്ടും വണ്ടി ഇട്ടിരിക്കുന്നത് ഇവിടെയാണ്. എന്താ വണ്ടി ഇടാൻ തന്നെ ഒരുപാട് ഏരിയ ഒക്കെ ഉണ്ട്. അങ്ങനെ ഇവിടുന്ന് തിരിക്കുകയാണ്. അങ്ങനെ 11:15 കൂടിയിട്ട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെത്തി കേട്ടോ. ഇവിടെ 12 മണിയാകുമ്പോൾ നട അടയ്ക്കും. അപ്പം വേഗം കയറി തൊഴുതിട്ട് ചിലപ്പോൾ നമ്മുടെ ഭക്ഷണം ഉണ്ടാവും. അങ്ങനെ ഭക്ഷണം കൂടി കഴിക്കണമെന്നാണ് ആഗ്രഹം. ഏറ്റുമാനൂരിൽ നിന്ന് തൊഴുതിറങ്ങി. ഇവിടെ ഭക്ഷണത്തിന് ടോക്കൺ കിട്ടി. ഭക്ഷണത്തിന് വരിക്ക് നിൽക്കാം. ഇവിടെ കിളവിടക്കുന്ന് കണ്ണേരിയതാണ്. ഏറ്റുമാനൂരിലെ ഫുഡാണ് കേട്ടോ. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഒരു നന്ദികേശനുണ്ട് കേട്ടോ. ആൾക്ക് വലിയ ഹൈറ്റ് ഒന്നുമില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആളെ കാലിൽ മറ്റേ തളയൊക്കെ ഇട്ടിട്ട് കഴുത്തിലൊരു രുദ്രാക്ഷമാലയൊക്കെ ഇട്ട് നല്ലൊരു നന്ദികേശൻ. ഞങ്ങൾക്ക് അവിടുന്ന് പായസം കൂടി കിട്ടിയിരുന്നു കേട്ടോ. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അത് കാണിച്ചില്ല. ശർക്കര പായസം കിട്ടിയിരുന്നു. അതും കഴിച്ചു. തൊഴുത് കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു. ഇനി ഇവിടുന്ന് കടപ്പാട്ടൂരേക്ക് തിരിക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും അടച്ചിരിക്കുകയായിരിക്കും. അങ്ങനെ ഏറ്റുമാനൂരിൽ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി നേരെ കടപ്പാട്ടൂരേക്ക്. കടപ്പാട്ടൂരിന് വൈകിട്ടേ തുറക്കുള്ളൂ, അതുവരെ ഫ്രീ ആണ്. അപ്പോൾ ഇനി കടപ്പാട്ടൂരേക്കുള്ള യാത്രയാണ്. അതൊക്കെ പോയാൽ മതി, സമയം ഇഷ്ടം പോലെയുണ്ട്. പിന്നെ കടപ്പാട്ടൂർ, അത് കഴിഞ്ഞിട്ട് എരുമേലി. ഇതാണ് കേട്ടോ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം. അത് നടച്ചിരിക്കുകയാണ്. നാടടച്ചിരിക്കുകയാണ്. കണ്ണൻസ്വാമി ഇവിടെ സ്വർണത്തിൻ്റെ തകിടൊക്കെ ഒന്ന് ഉരച്ചു നോക്കാനുള്ളൊരു പരിപാടിയിലാണ്. ഈ ഏറ്റുമാനൂരപ്പൻ്റെ ഒരു പ്രധാന വഴിപാടാണ് കേട്ടോ കെടാവിളക്ക്. കെടാവിളക്കിലേക്കുള്ള എണ്ണയാണ് ഇവിടെ വഴിപാടായിട്ട് മെയിനായിട്ട് ആൾക്കാർ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ കടപ്പാട്ടൂർ സ്കിപ്പ് ചെയ്ത് എരുമേലെത്തിയിരിക്കുന്നു ഗൈസ്. സമയം എത്രയായി? 2:30 ആകുമ്പോൾ എരുമേലെത്തി. അതെ, ഇനി പേട്ട തുള്ളാനുള്ള പരിപാടിയിലാണ്. അതിനുശേഷം ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ കാര്യം കൂടി നോക്കണം. അതെ, ആ പരിപാടികളൊക്കെ നോക്കാനുള്ളത്. എരുമേലിയിലെ പാർക്കിംഗ് ആണ്. എരുമേലിയിലെ പേട്ട കാഴ്ചകളാണ്. അങ്ങനെ എരുമേലി ജംഗ്ഷനിലെത്തി. നേരെ കാണുന്നതാണ് നമ്മളെ പേട്ടശാസ്ത്ര ക്ഷേത്രം. അവിടെ നിന്ന് പേട്ട തുള്ളിയിട്ട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വരെ നമ്മുടെ വാവരപ്പള്ളി.
നമുക്ക് തൊഴുതിറങ്ങിയിട്ട് വാവര പള്ളി വലം വെച്ചിട്ട് ഇങ്ങനെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വരെ പോകും. നാട്ടിൽ നിന്നൊരു ചേച്ചി തന്നാഴ്ച 150 രൂപ വാവര പള്ളിയിലിടാൻ വേണ്ടിയിട്ട്. അതിവിടെ ഇടണം. കൊടുത്തപ്പോൾ അവരൊരു പൊതി തന്നു. അത് ചേച്ചിക്ക് കൊടുക്കണം. പൈസ വഞ്ചിയിലിടുകയും ചെയ്തു കുറച്ച്. അങ്ങനെ അവിടുന്ന് തുള്ളി തുള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തി. ഇനി ഇവിടെ വലം വെച്ചിട്ട് തേങ്ങ അടിക്കണം. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ ജനസേവന കേന്ദ്രം. നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ പുൽമേടിലെ ബുക്കിങ്ങിന് വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അങ്ങനെ 4 മണിയായി. ഇനി ഇവിടുന്ന് സത്രത്തിലേക്ക് തിരിക്കുകയാണ്. സ്വാമി സത്രത്തിലേക്ക് തിരിക്കുകയാണ്. സുലൈസ്വാമി കൈതച്ചൊക്കെ ഉപ്പിലിട്ട നല്ല അടിപൊളി പൈനാപ്പിൾ. നല്ല മധുരം. അങ്ങനെ ടേസ്റ്റ് പറഞ്ഞ ഒരു കവറും കൂടി വാങ്ങി. അവനിത് ഒറ്റയ്ക്ക് തീർത്ത് ഫുള്ള്. അടുത്ത സെറ്റിന് തട്ടാനുള്ള പരിപാടിയാണ്. എല്ലാവർക്കും വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മന്ന ഹോട്ടൽ, ഒരു വെജ് ഹോട്ടലാണ്. അവിടെ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ പുറകിലൊക്കെ നല്ല മലയും ചെറിയ തണുത്ത കാറ്റൊക്കെ ആയിട്ട് എന്താ ഇവിടെ നല്ല വ്യൂ ആണ്. സൂര്യൻ അവിടെ നിന്നുള്ളതുകൊണ്ട് കാണുമെന്നറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഈ ഹോട്ടലിൻ്റെ മേലെ കേട്ടോ ഞങ്ങൾ വന്നിരുന്നത് ഭക്ഷണം കഴിക്കാൻ. മേലെ നല്ല അടിപൊളി വ്യൂ ആണ്. നവീന് പൊറോട്ടയും കടലക്കറിയും എങ്ങനെയുണ്ട്? സൂപ്പറാ. പൊറോട്ടയും ഗ്രീൻ പീസ് കറിയും എങ്ങനെയുണ്ട് നോക്കട്ടെ. പൊറോട്ട വലിയ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം സോഫ്റ്റാണ്. ഗ്രീൻ പീസ് ഭക്ഷണം കഴിച്ചതിൻ്റെ മുന്നിൽ ഒരു വീടാണ് അതിൻ്റെ മേലെ കിടക്കുന്നത്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വണ്ടി എടുത്തു. സുലൈസ്വാമി ഡ്രൈവറായിട്ടുണ്ട്. ഒത്തിരി അയ്യപ്പന്മാർ വണ്ടികളുണ്ട് കേട്ടോ. ഇപ്പം കുറച്ചേ കാണാനുള്ളൂ. നല്ല അടിപൊളി ഈ സ്ഥലം മുറിഞ്ഞാമ്പുഴയാണ്. പാഞ്ചാലിമേട്ടിലേക്ക് ഇവിടുന്ന് 4.5 കിലോമീറ്ററും കൂടി കിട്ടും. ഇവിടുന്ന് റൈറ്റ് പാഞ്ചാലിമേട് 4.5 കിലോമീറ്റർ കൂടി പോയി ഈ റൈറ്റ് ആയിരിക്കണം. പാഞ്ചാലിമേട് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. നല്ല കാണാൻ ഭംഗിയുള്ള മലകളും കുന്നുകളും. വണ്ടി
അതെ അതെ, ഒരുപാടുണ്ട് വണ്ടികള്. അതിനൊന്നും പിന്നെ പ്രശ്നങ്ങളിലായിരിക്കല്ലോ അങ്ങനെ മോഡിഫൈ ചെയ്യുന്നതുകൊണ്ട്. വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ റൂട്ടിലെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ്. ഇതിൽ പോകുന്നവരെ മുഴുവനും ഇവിടെ നിന്ന് നിർത്തി 2 ഫോട്ടോ ഒക്കെ എടുത്ത് ചായയൊക്കെ കുടിച്ചിട്ട് മിക്കവാറും പോവാ. പക്ഷെ ഇവിടെ ഇപ്പൊ വെള്ളമില്ല കേട്ടോ. വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിൽ ഇപ്പൊ തീരെ വെള്ളമില്ല. ഞാൻ സാധാരണ അവിടെ ചില പോകുന്നവരെ മുഴുവനും നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോകാറ്. അവിടെ അതിനോടനുബന്ധപ്പെട്ട് കച്ചവടങ്ങളും ഉണ്ടാവാറുണ്ട്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ 183 കൂടെയാണ് കേട്ടോ. കൊല്ലം തേനി NH ആണ്. ഇതിലെ ഇനി 1 മണിക്കൂറും കൂടി യാത്ര ഉണ്ട് നമ്മളെ പുൽമേട്ടിലേക്ക്. അതായത് 24 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ വേണമെന്നാ പറയുന്നത്. നമ്മളങ്ങനെ കുട്ടിക്കാനം എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഈ ഹൈവേ നമ്മൾ തിരിഞ്ഞിട്ട് റൈറ്റിലേക്ക് പോകാനുണ്ട്, നമ്മളെ സത്രം റോഡിലേക്ക്. ഇപ്പൊ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ കുമ്മളി പോകുന്ന റോഡിനാണ് നമുക്ക് പോകേണ്ടത്. മീരുമേട്, തേക്കടി ഒക്കെ തിരിയുന്ന പാലം. ഈ വഴിയിലേക്ക് തിരിയണം. ഇനി കുമ്മളി റോഡിൽ തിരിഞ്ഞിട്ടുണ്ട്. കുമ്മളി റോഡിന് ഈ റൂട്ടിനാണ് നമുക്ക് ഇനി പോകേണ്ടത്. അവിടെ ഒരു കോളേജ് ഉണ്ട് കേട്ടോ, മറൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല സുഖമായിരിക്കും ഇവിടെ പഠിക്കാൻ. നല്ല ക്ലൈമറ്റ് ആണ്. CBSE ഇവിടെ ഉണ്ട് കേട്ടോ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടെയൊക്കെ ഒരുപാട് നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. EMHS സ്കൂൾ. ഇതൊരു സ്കൂളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ തെറ്റിപ്പോയതാണ്. നമ്മൾ ഈ ഹൈവേ ഒന്നും മാറിയിട്ടില്ല. ഇപ്പോഴും പോകുന്നത് NH 183 കൂടെ തന്നെയാണ് കേട്ടോ. കൊല്ലം തേനി ഹൈവേ തന്നെയാണ്. ഇവിടെ മത്തായി കൊക്ക എന്ന് പറയുന്നത് കേട്ടോ. ഇവിടേക്ക് അങ്ങോട്ട് ആ സൈഡ് ഭയങ്കരമായിട്ടുള്ള കൊക്കയാണ്. ചെറിയ വണ്ടി ആയതുകൊണ്ട് അങ്ങോട്ട് കാണാൻ പറ്റില്ല. നമുക്കത് അവിടെ നിന്ന് ഒരു ടേണിംഗ് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് പരുന്തുംപാറയൊക്കെ പോകുന്ന റോഡിലേക്ക് തിരിയാനാണ് കാണിക്കുന്നത്. ഇവിടെ പരുന്തുംപാറ, അക്കുമളി നേരെ പരുന്തുംപാറ റൈറ്റിലേക്ക്. ഇതന്നെ ഈ റൈറ്റ്. ഈ വഴിക്കാണ് നമുക്ക് തിരിഞ്ഞു പോകാനുള്ളത്. ഇതുവരെ നല്ല റോഡായിരുന്നു കേട്ടോ. ഇവിടെ നിന്നിട്ട് റോഡ് മോശമായി തുടങ്ങിയിട്ടുണ്ട്. നല്ല കയറ്റമാണ്. റോഡാണെങ്കിലും മോശമായിട്ടുണ്ട്. അവിടെ കയറ്റത്തിൽ കുറച്ച് മോശമായെങ്കിലും പിന്നീട് അങ്ങോട്ട് നല്ല റോഡ് തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇനി റോഡ് മോശമാകുമോന്ന് അറിയില്ല. ഇവിടെയൊക്കെ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് AVTയുടെ തേയിലത്തോട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില വാഹനങ്ങളൊക്കെ പുൽമേട് ഇറക്കിയിട്ട് തിരിച്ചു വരുന്ന കുറെ അയ്യപ്പ വാഹനങ്ങൾ കണ്ടു. അതിലൊന്നും ആളില്ല, അതുകൊണ്ട് അവിടെ ഇറക്കി വരുന്നതായിരിക്കും പ്രതീക്ഷിക്കാം. സ്വാമിമാരൊക്കെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. സൂര്യാസ്തമയത്തിന്റെ ഭംഗി നല്ല അടിപൊളിയായിട്ടുള്ള സ്കൈ. ഈ ഒരു സീന് അടിപൊളിയായിട്ട് എന്ത് കാഴ്ച അങ്ങനെ സ്ഥിരമായിട്ട് കാണാറില്ല. ബീച്ച് പോയാലും കാണാനില്ല എന്നൊക്കെ തോന്നുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വാഹനമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഉണ്ട് വണ്ടിയായിട്ട് ഇറങ്ങിയിട്ട്. മലയിൽ കൂടെയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല കാഴ്ചയാണ്, നല്ല കാലാവസ്ഥയാണ്, നല്ല തണുപ്പുള്ള കാലാവസ്ഥ. ഇവരൊക്കെ എനിക്ക് തോന്നുന്നു അവിടെ വണ്ടിയിൽ സ്വാമിമാരെ ഇറക്കിയിട്ട് വരുന്നവരാന്ന് തോന്നുന്നു കേട്ടോ. വലിയ അല്ല, ഇവരൊക്കെ ടൂറ് പോയ ആൾക്കാരാണ്. പരുന്തുംപാറ പോയിട്ട് തിരിച്ചു വരുന്നവരാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മള് പരുന്തുംപാറ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് പരുന്തുംപാറ വ്യൂ പോയിന്റ്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ കുറച്ച് കച്ചവടങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല കാലാവസ്ഥ.
നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. അയ്യോ അങ്ങനെയൊന്നും പറയരുത്, ബുദ്ധിമുട്ടാണ്. സ്കൈന്റെ വേറൊരു അവിടെയൊക്കെ ഒരുപാട് റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹോം സ്റ്റേസ് അതേപോലെ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ ഈ പാഞ്ചാലിമേട്. കിണർ സത്രം റൈറ്റിലേക്കാണ് കാണിക്കുന്നത്. അരണക്കിണർ. ഇവിടെ ഈ വഴിയിലെ മുഴുവൻ ഒരുപാട് പശുക്കളുണ്ട് കേട്ടോ. കുറ്റി ഒരുപാടുണ്ട് കേട്ടോ. ഒരു ആനകുത്തി വളവ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ഷനാണ് കാണിക്കുന്നത്. അവിടെ എത്തിയിട്ടാണ് ടേണിംഗ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും ഇല്ല. എല്ലാരും വർത്താൻ പറയാ ഇങ്ങോട്ട് പോരുമ്പോ ഒറ്റയ്ക്ക് പോരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട്. ആരുമില്ല, ആൾക്കാരില്ല. നല്ല സ്ട്രേഞ്ച് ആയിട്ടുള്ള വഴിയാണ്. സത്രത്തിലേക്ക് ഇനിയും 12 കിലോമീറ്റർ കാണിക്കുന്നത്. 12 കിലോമീറ്റർ ഓടാൻ അരമണിക്കൂർ സമയം, 30 മിനിറ്റും സമയം കാണിക്കുന്നുണ്ട്. നല്ല തണുപ്പും മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. റേഞ്ച് നഷ്ടപ്പെടുന്നുണ്ട്. റോഡ് നേരെ പോയിട്ട് തിരിഞ്ഞിട്ട് ഇതാ അതിലൂടെ വണ്ടി പോകുന്നുണ്ട്. അതിലേ തിരിഞ്ഞ് ഇനി അങ്ങോട്ട് ആ മല കയറി അങ്ങോട്ട് പോകണം. ഫുള്ള് ഇതേപോലത്തെ വഴികളാണ്. പക്ഷെ നല്ല റോഡാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. വീതി കുറഞ്ഞ വഴികളാണെങ്കിലും നല്ല ഭംഗിയുള്ള. പകലായിരുന്നെങ്കിലും ഒരുപാട് കാഴ്ച ഉണ്ടാവുമായിരുന്നു. രാത്രി ചെയ്തോണ്ട് അങ്ങനെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. ഇനി ഇവിടുന്ന് ഒരു ടേണിംഗ് ഉണ്ട്. സത്രം റൈറ്റ്, വണ്ടിപ്പെരിയാർ നേരെ, തേക്കടി നേരെ. ഇവിടുന്ന് ഇനി റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് നമുക്ക് സത്രം പോകാം. ഇവിടുന്ന് വലത്തേക്ക് ബോർഡ്, അവിടെ സൈൻ ബോർഡ് ഉണ്ടായിരുന്നു സത്രം. തമിഴിലൊക്കെ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. തമിഴ്നാട് കേരള ബോർഡർ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ കൊറേ പിന്നെ LDFന്റെ ചിഹ്നമൊക്കെ ഉണ്ട്. അതൊക്കെ തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. അതാ ഇവിടെയൊക്കെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് കയറിയിട്ടിരിക്കുന്നത്. പക്ഷെ അതൊക്കെ പലതും എഴുതിയിരിക്കുന്നത് തമിഴിലാണ്. ഈ സ്ഥലം ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മഞ്ഞമലയാണ് കേട്ടോ. ഇവിടെയൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെയൊക്കെ ഈ സൈഡിലൊക്കെ വീട്ടിന്റെ ടി എസ്റ്റേറ്റ്സ് ഒരുപാടുണ്ട് കേട്ടോ. ഈ സൈഡിൽ കാണുന്ന മുഴുവനും വീട്ടിന്റെ ടി എസ്റ്റേറ്റ്സ് ആണ്. ആ ഒരു പരസ്യത്ത് പറയുന്ന പോലെ AVT ഇത്ര ക്വാളിറ്റി ഉള്ള തേയില കൊടുക്കുന്നത് ഈ ഹൈ റേഞ്ചിൽ വളരുന്നോണ്ടായിരിക്കും കേട്ടോ. പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല, അതിന്റെ സ്വന്തം അഭിപ്രായം പറയാം. നല്ല ക്ലൈമറ്റിൽ വളരുന്ന തേയില ചെടികളായതുകൊണ്ടായിരിക്കും നല്ല ക്വാളിറ്റി ഉള്ള തേയില സപ്ലൈ ചെയ്യാൻ പറ്റുന്നവർക്ക്. ഇവിടെ അരണക്കൽ ബംഗ്ലാവ്, അരണക്കൽ ടി എസ്റ്റേറ്റ്, AVTന്റെ ടി എസ്റ്റേറ്റിന്റെ ഈ ഏരിയന്റെ പേര് അരണക്കൽ ടി എസ്റ്റേറ്റ് എന്നാണ്. അതൊക്കെ AVTന്റെ ബിൽഡിങ്സ് ആണ് കേട്ടോ. അരണക്കൽ ടി എസ്റ്റേറ്റ്. ആ ഇവിടെ AVTന്റെ മറ്റേ പുല്ലുകൊണ്ടാക്കി വെച്ചത്. ഇതാണ് കേട്ടോ അരണക്കൽ എന്ന് പറഞ്ഞ ടൗണ്. ചെറിയ കുഞ്ഞു കുഞ്ഞു കടകളും കുറച്ച് കടകളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു അങ്ങാടി. പഴയകാലത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ കടകളാണ് കേട്ടോ, കുഞ്ഞു കുഞ്ഞു കടകൾ. സത്രത്തിലേക്ക് ഇവിടെയുള്ള റോഡൊക്കെ മറ്റേ മോശമാണ്. അത്യാവശ്യം നല്ല കട്ടറുണ്ട്. ഇനി ഒരു 2 കിലോമീറ്റർ കൂടെ ഉണ്ട് സത്രത്തിലേക്ക്. ടി എസ്റ്റേറ്റിന് ഉള്ളിൽ കൂടെയുള്ള റോഡായതുകൊണ്ടായിരിക്കും. പിന്നെ വർഷത്തിൽ ആകെ ഈ സീസണിൽ മാത്രമല്ലേ കുറച്ചെങ്കിലും വാഹനങ്ങൾ ഇതിൽ പോകുന്നുള്ളൂ. പിന്നെ അധികം ആൾതാമസമൊന്നും ഇല്ലാത്തൊരു ഏരിയ. ചെറിയ അങ്ങാടികളും ചെറിയ ചെറിയ കടകളും ഈ ടി എസ്റ്റേറ്റിലുള്ള കുറച്ച് പാടികളും അതൊക്കെ മാത്രമേ ഉള്ളൂ ഇവിടെ.
ബാക്കി നമ്മള് ആർക്കും വരുന്ന സ്ഥലം റോഡിൽ അറിയില്ല. കണ്ട വണ്ടിയാണ് ഈ വണ്ടി സത്രത്തിലേക്ക് തന്നെയായിരുന്നു. ഇവിടെയൊക്കെ ഒരുപാട് പശുക്കൾ ഇങ്ങനെ നിൽക്കുന്നു. പശുക്കളാണല്ലോ. ഇവർക്കൊന്നും വീടില്ല എന്ന് തോന്നുന്നു. ചെറിയാനല്ലേ അവർക്കൊന്നും വീടില്ലേ? അല്ല, അതിനൊന്നും അവകാശങ്ങളില്ല എന്നപ്പോ. നേരത്തെ മാപ്പ് ചെയ്ത ലൊക്കേഷൻ തെറ്റായിരുന്നു. കുറച്ചും കൂടി ഒരു 3 കിലോമീറ്റർ കൂടി പോകണ്ടെന്ന് പറയുന്നത്. അതാ എത്തിയിരിക്കുന്നു. ഇതാണോ സത്രം? സത്രം എന്താ റൈറ്റിലേക്ക്. അങ്ങനെ നമ്മള് സത്രം എത്തിയിട്ടുണ്ട്. റോഡ് പോലെ ചളി കണ്ടറിയാം. ഞാനെത്തി റോഡ് പോലെ ചളി എങ്ങനെയാന്ന് പറഞ്ഞു. വണ്ടി തോന്നിട്ട് ഇറങ്ങാൻ ചെന്നേ കയറാൻ നിൽക്കുന്നത്. സത്രം ഇവിടെ ഞാൻ വിചാരിച്ച പോലെ അത്യാവശ്യം കടകളും ഭക്ഷണ സാധനങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ ഒരു ആണ് സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിൾ. പാർക്കിംഗ് സ്പേസ് എത്തിയിട്ടുണ്ട്. സ്ഥലം ഇതാണ് കൊച്ചി. ബസ്സിനെടുത്താണ് ഒരു സൈഡാക്ക് തൽക്കാലം അല്ലെ. ഇത് ഫോറസ്റ്റിന്റെ പാസ് കിട്ടാൻ വേണ്ടിയുള്ള ക്യൂ. അവിടെ വെർച്വൽ ക്യൂവിനുള്ള വരിയും അത്യാവശ്യം നല്ല ആളുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ വെർച്വൽ ക്യൂവിനും ഫോറസ്റ്റിന്റെ പാസ് കിട്ടുന്ന പറയുന്നത്. നമുക്ക് എൻട്രി പാസ് കിട്ടി കേട്ടോ. എല്ലാവർക്കും ഉള്ള എൻട്രി, ഫോറസ്റ്റിന്റെ എൻട്രി പാസ് കിട്ടി. അതേപോലെ തന്നെ വെർച്വൽ ക്യൂവിൽ റെഡിയായി. നമ്മളെ ഓരോരുത്തരുടെയും പേര് സുലേഷ്, ഇതാണ് ബിനോയ്ക്ക്. എൻ്റെ കാർഡ്, ഞങ്ങളെല്ലാവരുടെയും കാർഡ് റെഡി ആയിട്ടുണ്ട്, ഫോറസ്റ്റിൻ്റെ കാർഡ്. അങ്ങനെ ഇനി നാളെ രാവിലെ എണീറ്റിട്ട് പിന്നെ ഫോറസ്റ്റിൻ്റെ ടോക്കൺ വാങ്ങിച്ചിട്ട് പോയാൽ മാത്രം മതി കേട്ടോ. ബാക്കി വെർച്വൽ ക്യൂവിൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്, നല്ല കാലാവസ്ഥ. നല്ല കാലാവസ്ഥയല്ല, നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. രാത്രി ആകുമ്പോഴേക്കും ചിലപ്പം കുറച്ച് കൂടാനും മതിയോ. അത്യാവശ്യം നല്ല സ്വാമിമാരുണ്ട് കേട്ടോ. ഒരു 7:30-7:45 കൂടിയിട്ട് നാളെ കടത്തി വിടുന്ന പറയുന്നത്. ഞങ്ങളിവിടെ സത്രത്തിൽ റൂം എടുത്തു. റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോർമെറ്ററി സൗകര്യം. ഇതിന് 100 രൂപയാണ് കേട്ടോ അവർ ചാർജ് ചെയ്യുന്നത്. അതുപോലെ 3 ബാത്റൂമും ഉണ്ട്, 3 ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതിന് 100 രൂപ. അപ്പോൾ ഇന്നിവിടെ വിശ്രമിച്ചിട്ട് നാളെ രാവിലെ എണീറ്റിട്ട് പോകാനുള്ള പരിപാടിയാണ്. നല്ല തണുപ്പുണ്ട്, പുറത്ത് നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. രാവിലെ 4 മണിയായി, നല്ല തണുപ്പുണ്ട്. ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ താമസിച്ചത്, കിടന്നത്, റൂം എടുത്തത്. വെച്ചാൽ ഡോർമെറ്ററി ആയിട്ട് മലയാളീസ് മാത്രമേ ഉള്ളൂ ഇവിടെ. നമ്മളെ പാർക്കിംഗ് ഏരിയയിൽ ഒത്തിരി വണ്ടികൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ വലിയ വണ്ടികൾ, ബസ്സുകൾ. സ്വാമിമാർ ഇതപ്പോൾ വന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട് ഇപ്പോൾ. ഞങ്ങൾ ഇന്നലെ രാത്രി ടോക്കണൊക്കെ എടുത്ത് വെച്ചുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ആളുകൾ മുഴുവൻ വരിക്ക് നിൽക്കുകയാണ്. ടോക്കണൊന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. അതേപോലെ വെർച്വൽ ക്യൂവിന് അത്യാവശ്യം നല്ല ആൾ വരി നിൽക്കുന്നുണ്ട്. വെർച്വൽ ക്യൂവിന് എണ്ണം 500, 1000 അങ്ങനെ എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞിട്ട്. 500 പേർക്കേ വെർച്വൽ ക്യൂ എന്ന് അനുവദിക്കുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടത്. നല്ല ആളുകൾ വരിക്ക് നിൽക്കുന്നുണ്ട്. അവിടെയാണ് വെർച്വൽ ക്യൂ എടുക്കുന്ന പോയിന്റ്. അത് അവിടെ നിന്ന് മുതൽ എന്താ ഇങ്ങനെ ഇവിടം വരെ ക്യൂ ആണ് ഇപ്പോൾ. ഞങ്ങൾ ഇന്നലെ വെർച്വൽ ക്യൂ എടുക്കുന്ന സമയത്ത് ഇത്ര ക്യൂ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇന്നലെ വന്ന സമയത്ത് ഇവിടെ ഒന്നും വാഹനം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം നിറയെ വാഹനമായിട്ടുണ്ട്. സത്രത്തിലെ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് കേട്ടോ ഇവിടെ. ഇവിടെ ഇതിലെ ഇങ്ങനെ ആണ് നമ്മളെ യാത്ര തുടങ്ങാമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ക്ഷേത്രത്തിന് സൈഡിൽ കൂടെയുള്ള ഈ വഴിയിൽ ഇങ്ങനെ നേരെ പോയിട്ട് അങ്ങനെയാണ് പുൽമേട് വഴി ഉള്ള യാത്ര തുടങ്ങുക. ഇവിടെയൊക്കെ നിറയെ വാഹനങ്ങളാണ് കേട്ടോ.
ഈ ക്ഷേത്രത്തിൻ്റെ ഈ വഴി എങ്ങനെയായിരിക്കും നമ്മുടെ യാത്ര പോവുക. കടത്തി വിടാൻ തുടങ്ങിയിട്ടില്ല. ഒരു 7-7:30-8 മണി ഒക്കെ ആകുമ്പോഴേക്കൊക്കെ കടത്തി വിടുകയുള്ളൂ. ചില സ്വാമിമാരൊക്കെ അവിടെ പോയിട്ട് കുളിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ചെറിയൊരു തോട് പോലെയുണ്ട്, അവിടുന്ന് കുളിക്കുന്നുണ്ട്. നല്ല തണുപ്പാണ് ഇപ്പോൾ. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ 16 ഡിഗ്രിയാണ് കാണിക്കുന്നത്. രാവിലെ ഒരു 7-8 മണി വരെയൊക്കെ ഈ 16 ഡിഗ്രി തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ഉച്ചയാകുമ്പോഴേക്കും വെയിലുണ്ടാവും തോന്നുന്നു. ഇതാ അവിടെ ഒരു പന്നി ഇറങ്ങിയിട്ടുണ്ട്, വഴി കൂടെ അങ്ങനെ ഇറങ്ങിപ്പോയി, കാട്ടുപന്നി. നമുക്ക് ഈ വഴിക്ക് ഇങ്ങനെ കയറിയിട്ടായിരിക്കും പോകേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിലെ ഇങ്ങനെ കയറിയിട്ട് ഇതിലെ മേലെ ഇങ്ങനെ കയറി മേലോട്ടാണ് പോകേണ്ടത്. ഇവിടെ ഉള്ളൊരു ഫ്രീ ടോയ്ലറ്റ് ഫെസിലിറ്റി ആണ് കേട്ടോ. ടാപ്പിൽ നിന്ന് വെള്ളം, ബക്കറ്റിലെ വെള്ളം എടുക്കാം. ഭയങ്കര കഷ്ടമാണ് കേട്ടോ അവസ്ഥ. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഇതിലൊന്നും ബക്കറ്റും ഇല്ല. 2-3 മാത്രമേ ബക്കറ്റുള്ളൂ. പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന ഒരവസ്ഥ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ഞങ്ങളവിടെ റൂം എടുത്തുകൊണ്ട് റൂമിൽ കുറച്ചും കൂടി ബെറ്ററാണ്. ഞാൻ അതിലേക്കൊന്ന് കറങ്ങി തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ വെർച്വൽ ക്യൂ എടുക്കാനുള്ള ക്യൂ ആണ് കേട്ടോ. വെർച്വൽ ക്യൂവിൻ്റെ കൗണ്ടർ ഓപ്പൺ ആയിട്ടില്ല. എന്നാൽ ഇതിലെങ്ങനെ തുടങ്ങിയിട്ട് അങ്ങ് വരെ ഉണ്ട് കേട്ടോ ക്യൂ. ഇത്രയും പേർക്കൊന്നും വെർച്വൽ ക്യൂ കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും നല്ല ക്യൂ ഉണ്ട് ഇപ്പോൾ. അങ്ങ് ആ വണ്ടിയുടെ അപ്പുറം വരെ ഉണ്ട് ക്യൂ. ഈ ബസ്സും എന്താ ഇതിന് പുറകെ കിടക്കുന്ന ഈ ബസ്സും നമ്മളെ വിവേകാനന്ദ ട്രാവൽസിൻ്റെ ബസ്സാണ് കേട്ടോ. ഇവർക്കൊന്നും ഇനി ഇങ്ങോട്ട് കയറ്റാൻ സ്ഥലമില്ലാതെ ഇട്ടിരിക്കുക. ആളുകളുടെ വരി പോലെ തന്നെ ഇവിടേക്കൊന്നും വാഹനങ്ങളും നീണ്ട ക്യൂ ആയിട്ട് കിടക്കുക കേട്ടോ. അവിടെ മുതൽ തുടങ്ങിയിട്ട് ഇങ്ങനെ അങ്ങ് അപ്പുറം വരെ കിടപ്പുണ്ട്. അങ്ങനെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഒരു ചൂട് കട്ടൻ കാപ്പി, നല്ല സുഖമുണ്ട്. തണുപ്പത്ത് ചൂട് കട്ടൻ കാപ്പി എല്ലാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി വട. എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കിയോ? ഇല്ലോ, തള്ളിയതല്ലേ. എന്തായാലും നല്ല സുഖമുണ്ട്. ആവി ഇറങ്ങുന്ന ചായയും. സൂപ്പറല്ലേ? അങ്ങനെ റൂം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ പതുക്കെ ഇറങ്ങാണ്. നല്ല തണുക്കുന്നുണ്ട്, തണുത്ത കാറ്റടിക്കുന്ന. ഇതാണിപ്പോൾ സത്രത്തിലുള്ള അവസ്ഥ. അവിടെ വെർച്വൽ ക്യൂവിന് ആൾക്കാർ നിൽക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ വെർച്വൽ ക്യൂവിന്. ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയതുകൊണ്ട് അത് രക്ഷപ്പെട്ടു.